ഹലോ ഫ്രണ്ട്സ്, കൊടൈക്കനാൽ ടു പൂമ്പാറ അതുവഴി കൂക്കൽ കാഴ്ചകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സഞ്ചാരികൾ അധികമൊന്നും പോകാത്തൊരു സ്ഥലമാണ് പൂമ്പാറ കൂക്കൽ. അതുവഴി പോകുമ്പോൾ കണ്ടൊരു വീടാണ്, ഇഗ്ലു മോഡൽ വീടാണത്. രാവിലെ തന്നെ ക്യാരറ്റുകളൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി നിരനിരയായിട്ട് സഞ്ചാരികളെല്ലാം ആകർഷിക്കുവാനായിട്ട് നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരമ്മയുടെ കൂട്ടത്തിൽ ഒരു കുരുന്ന് ചെറുതാണ്, പാവം തണുപ്പത്ത് വന്ന് കടയിലിരിക്കുകയാണ്, മൊബൈലൊക്കെ കുത്തി. വേറൊരു ചങ്ങാതി ഒരു ക്യാരറ്റും പിടിച്ച് ഗുസ്തി പിടിക്കുന്നവരുമായിട്ട് ഒരു പണിയില്ല ചങ്ങാതിക്ക്. അങ്ങനെ ഞങ്ങൾ പൂമ്പാറയിലേക്കുള്ള വഴിയിൽ ഈ കാണുന്നതാണ് പഴനി വ്യൂ പോയിൻ്റാണ്. പക്ഷേ നല്ല കോടമഞ്ഞൊക്കെ നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് താഴത്തേക്കുള്ള വ്യൂ ഒന്നും കിട്ടത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ അധിക സമയം അവിടെ ചിലവഴിക്കാതെ പൂമ്പാറയിലേക്ക് യാത്ര തിരിച്ചു. പോകുന്ന വഴി നല്ല കൊടും കാട്ടിലൂടെയാണ്, പക്ഷേ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. ഈ കാണുന്നതാണ് പൂമ്പാറ ടൗൺ. കോടമഞ്ഞിൽ നിറഞ്ഞു നിൽക്കുന്ന നിരനിരയായിട്ടുള്ള വീടുകളും തട്ടുകെട്ടായിട്ടുള്ള കൃഷിസ്ഥലങ്ങളുമായിട്ട് വളരെ മനോഹരമായൊരു സ്ഥലമാണ് പൂമ്പാറ ടൗൺ എന്ന് പറയുന്നത്. നമ്മൾ ടൗണിലേക്ക് ഇറങ്ങുന്നതിന് മുന്നേ മുകളിൽ ടോപ്പിൽ കുറേ കടകളുണ്ട്. ആ കടകളുടെയൊക്കെ മുകളിൽ ഫോട്ടോസ് എടുക്കാനുള്ള സൗകര്യങ്ങൾ അവർ ചെയ്തു തന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ കച്ചവടം നടക്കുമല്ലോ. ഇതെല്ലാ കടയുടെ മുകളിൽ കയറിയെന്നാൽ നമുക്ക് നന്നായിട്ട് ഈ വ്യൂ പകർത്തിയെടുക്കാൻ പറ്റും. ഇവിടെ നോക്കുമ്പോഴാണ് അതിൻ്റെ ഭംഗി നമുക്ക് ശരിക്കും ആസ്വദിക്കാൻ പറ്റുന്നത്. കാരണം കോടമഞ്ഞിൽ നിറഞ്ഞ കൃഷിപ്പാടങ്ങളാണ് കാണുന്നത്. അങ്ങനെ നമ്മൾ മുകളിൽ നിന്നുള്ള വീഡിയോസൊക്കെ പകർത്തി നേരെ താഴത്തേക്ക് ചെല്ലുമ്പോൾ ക്ഷേത്രം കാണാം. പിന്നെ കൂടുതലും വെളുത്തുള്ളി കൃഷിയാണ് അവിടെ ചെയ്യുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എവിടെ നോക്കിയാലും വെളുത്തുള്ളി കച്ചവടക്കാരെ കാണാം. ഇത് അമ്പലത്തിൽ ചേർത്തതിനുള്ള മാലയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അത് ഔഷധ സസ്യങ്ങളുടെ വേരുകൾ കൊണ്ട് ശരിയാക്കിയെടുത്ത മാലയെന്ന് തോന്നുന്നത്. അമ്പലത്തിൻ്റെ ഭാഗമൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ്, നല്ല വൃത്തിയുള്ളൊരു സ്ഥലമായിട്ട് തോന്നും. പക്ഷെ നമ്മൾ ടൗണിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ആകെ വൃത്തിഹീനമാണ്. എല്ലാവിധ മാലിന്യങ്ങളും നിറഞ്ഞിട്ട് ഒരു ഗ്ലാസ് ചായ പോലും അവിടെ നിന്ന് കുടിക്കാൻ തോന്നിയാൽ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കൂക്കൽ തടാകത്തിലേക്ക് പോയി. നല്ല കാറ്റായിരുന്നു, അതുകൊണ്ട് കുടയൊക്കെ നിവർത്തിയാൽ മലർന്നിട്ടാണ് നിൽക്കുന്നത് കുടകളൊക്കെ. ഞങ്ങളവിടെ എത്താൻ വൈകിയതുകൊണ്ട് നേരെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു പോകുമ്പോൾ ആനകളൊക്കെ ഇറങ്ങി നിൽക്കുന്നതുകൊണ്ട് ഞങ്ങൾ വേഗം തന്നെ കൊടൈക്കനാലിലേക്ക് തിരിച്ചു പോയി പെട്ടെന്ന് തന്നെ.